Watch full episodes on Jio Hotstar. ഈ പാലസ് ഒരുപാട് ദൂരെയാണോ? സൈക്കിള് ചവിട്ടി എനിക്ക് കാല് കുഴയുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഇതുപോലെ എന്റെ ഗ്രാമത്തിൽ ഞാൻ 2 ദിവസം തുടർച്ചയായിട്ട് സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേയിരുന്നു. അറിയോ? മതിയാക്കൂ പഴയ വിളമ്പുകാരൻ. എവിടെ പോയി? ശിവ, ഇനി മുന്നോട്ട് പോകുന്നൊരു വന്യമൃഗങ്ങൾ വന്നാലോ? പേടിക്കേണ്ട. അതേ, അത് നിന്നെ പിടിച്ച് വിഴുങ്ങണമെങ്കിൽ അത് എന്റെ ഒപ്പം ജയിച്ചേ പറ്റൂ. വാവ്, എന്ത് നല്ലൊരു മണം! എത്ര സുന്ദരമായ ഒരു ചെടിയാണ് നീ! ഇത്രയും സുഗന്ധമുള്ളൊരു പൂവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. നീയാണല്ലോ എന്റെ പ്രിയ സഖി, എന്റെ പൂവേ, സുന്ദരിയായ പൂവേ. ഹലോ, ഇവർക്കെന്താ പറ്റിയത്? എന്ത് സുന്ദരമായ ഒരു പൂവ്! നല്ല സുഗന്ധമുള്ള എന്റെ പൂവ് മനോഹരമായ പൂവാണല്ലോ. പൂക്കള് വിരിയുന്നുണ്ടല്ലോ. നീ പേടറാമിനെ പിടിച്ചുവല്ലേ? പക്ഷെ നിനക്ക് എന്നെ പിടിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഞാനിപ്പോ എവിടെയാ വന്നിരിക്കുന്നത്? ശിവ, ശിവ, എന്നെ രക്ഷിക്കേ! ഞാൻ ഇതിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ്. മല്ലപ്പ, നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ഇപ്പോൾ അപകടത്തിലാണ്. അവരവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ലെന്ന് അവരെ അറിയിക്കേ. ഞാനിത് എവിടെയാ കുടുങ്ങിയിരിക്കുന്നത്? എന്നെ രക്ഷിക്കണേ. ശിവ, എന്തെങ്കിലും വേഗം ചെയ്തേ. വേഗം വേണം. എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. കുട്ടി, നിനക്ക് ഈ കാട്ടിൽ എന്താ കാര്യം? എന്റെ കൂട്ടുകാർക്ക് അപകടത്തിൽപ്പെട്ടു. ദയവേത് ഒന്ന് സഹായിക്കൂ. നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പാടില്ല. അതിനാ ഞങ്ങളോട് വന്നേക്കുന്ന കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
ഓ ശിവ ശിവ എന്നെ രക്ഷിക്കേ ശിവ പിടിച്ച് വലിക്കേ നല്ല വലിക്കേ താങ്ക് യു ശിവ. എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം. താഴെ അപകടമാണ്. നമുക്ക് വേറെ വഴി നോക്കേണ്ടി വരും. ആ വസിയത്ത് എങ്ങനെയെങ്കിലും എനിക്ക് തന്നെ കിട്ടണം. മറ്റാരെ കൊണ്ടും അത് എടുപ്പിക്കരുത്. നല്ല മഴക്കാറുണ്ട്. പെട്ടെന്ന് മഴ പെയ്യും തോന്നുന്നു. അതുകൊണ്ട് എല്ലാരും വേഗം സൈക്കിള് ചവിട്ടിക്കോ. എടാ രാം, താൻ എന്തോടോ ഇങ്ങനെ സൈക്കിൾ ഓട്ടുന്നേ? സാറേ, ഈ പെരുമഴയത്ത് എങ്ങനെ സൈക്കിൾ ഓടാനാണ്? ശിവ, അത് കണ്ടില്ലേ? പ്രിൻസ് വിക്രം. നമ്മളെക്കാളും മുൻപ് അവരവിടെ എത്തും. നമ്മൾ ഇത്രയും വലിയ കാട്ടിൽ നിന്നും അവർക്ക് മുൻപ് അവിടെ എത്തിയേ പറ്റൂ. നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു വരൂ. എനിക്ക് മരമുണ്ടോ? ഇപ്പൊ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നോട് ആരാടോ പറഞ്ഞത്? വേഗം പോവാൻ നോക്ക്. രക്ഷപ്പെട്ടു. ഇത്രയും കളറിലുള്ള ആനകളെ ഞാൻ എങ്ങും കണ്ടിട്ടേ ഇല്ല. നിന്റെ ഗ്രാമത്തിൽ ഇതിനേക്കാളും കളർ കൂടുതലുള്ള ആനകൾ ഉണ്ടാവുമല്ലേ? അല്ല, നീ എന്നെ കളിയാക്കുവാണല്ലേ? അപ്പൊ ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു ബഡായടിയാണെന്ന്. നീ പറഞ്ഞത് മനസ്സിലായില്ല. അതായത് ബഡായടി ആദി, ഈ കാണുന്ന ആനകളെക്കാളും വളരെ ഉയരത്തിലാണ് നീ പറയുന്ന ബഡായി എന്ന്. ദേ അത് കണ്ടോ, എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു മങ്കി. കൊള്ളാലോ, ഇത് ഫ്ലൈയിങ് മങ്കിയാണ് കേട്ടോ.
ശിവ, കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. സൂക്ഷിച്ചു വേണം. പൊക്ക, 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 പൊക്ക. ചെല്ല്, 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 ചെല്ല്. നിന്നോടല്ലേ ഇവിടുന്ന് പോവാൻ പറഞ്ഞത്? മര്യാദക്ക് പോവാൻ. വേണ്ട, 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 തല്ലല്ലേ, വേണ്ട, 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 വേണ്ട. സോറി, സോറി, സോറി. എന്നെ വിഴുങ്ങല്ലേ, എന്നെ അറിയില്ല, രക്ഷിക്കണേ. ശിവ, ഓടിക്കോ. നിന്റെ പുറകെ പാമ്പുണ്ട്, പാമ്പിന്റെ പുറകെ ഞങ്ങളെ വരുന്നുണ്ട്. എന്റെ അമ്മോ, മുത്തശ്ശേരി എന്നെ വെറുതെ വിടില്ല. ശിവ, ഫൈൻ രേവ, താങ്ക് യു. ഞാൻ ചാടി നിന്നെ രക്ഷപ്പെടുത്താന്ന് കരുതിയതാ. അതിനു മുമ്പേ ആ പാമ്പ് നിന്നെ വിട്ടല്ലോ. അതാ വരാ ഞാൻ. മതിയാക്കപ്പെടായടി. ഫ്ലൈയിങ് മങ്കി. പോയിക്കോ, നീ പോയി കാടിന്റെ അകത്ത് പോയി കളിക്ക്. പക്ഷേ സ്നേക്കിന്റെ കയ്യിൽ അകപ്പെടാതെ നോക്കണം. അതെ, അതെ, സൂക്ഷിച്ചു വേണം കളിക്കാൻ. ചെല്ലേ. എന്ത് സുന്ദരമായ കൊരങ്ങനാണ് നീ. ശരിക്കും കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. ശിവ, കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത്. സൂക്ഷിച്ചു വേണം. വേണ്ട, വേണ്ട, എന്നെ തല്ലല്ലേ. എന്താത്? നിന്നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞതിന് നീ എന്നെ തല്ലുന്നേ. വേണ്ട, വേണ്ട. അതിന് ശരിക്കും ഇപ്പോഴാണ് ഓർമ്മ വന്നത് ലെഡി സിംഗ് സർ. നിങ്ങൾ ആ സമയത്ത് പറഞ്ഞില്ലേ ഈ മങ്കിയെ രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം ജീവൻ അപകടപ്പെടുത്തരുതെന്ന്? Watch India's largest kids library only on Jio Hotstar. Download the app now.